ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഗോതമ്പ് പൊടി കൊണ്ട് പുട്ടുണ്ടാക്കുന്നതാണ്. എല്ലാവരും ഒക്കെ ഉണ്ടാക്കുന്നതായിരിക്കും, ഒരു പക്ഷേ ചിലർക്കൊന്നും അറിയില്ല. ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗോതമ്പ് പൊടി കൊണ്ട് പുട്ടുണ്ടാക്കാൻ പറ്റുമോ. അപ്പോൾ ഞാൻ എന്താ പറയുക, പുട്ടുണ്ടാക്കാൻ നേരത്ത് ഒന്ന് വീഡിയോ പിടിച്ചാൽ കേട്ടോ. അതിനായിട്ട് ഗോതമ്പ് പൊടി, ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടി തന്നെയാണ്. അതിനകത്ത് കുറച്ച് പാകത്തിന് ഉപ്പ് ഇട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ബൗളിലെ. അതിനകത്തേക്ക് സാധാരണ നമ്മൾ നനയ്ക്കുമ്പം ചിലരൊക്കെ നനയ്ക്കുമ്പോൾ കട്ട കെട്ടി വരാറുണ്ട്. അതിനായിട്ട് ഞാൻ ഒരു ട്രിക്കുണ്ട്, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഇവിടെ ഞാൻ അതിനാവശ്യമുള്ള തേങ്ങയും ചിരണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുഴയ്ക്കുന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുവാണ് ആദ്യം. ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് വെച്ചാൽ ഗോതമ്പ് പൊടി അധികം തരിയൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഏത് ഗോതമ്പ് പൊടി വെച്ചു, എത്ര തരിയില്ലാത്ത ഗോതമ്പ് പൊടി വെച്ച് നമുക്ക് ഇങ്ങനെ പുട്ടുണ്ടാക്കാം. ഞാനിതാ സ്പൂണും കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ആ തേങ്ങ ഒന്ന് മിക്സ് ആക്കുക. ഒരു അരമുറി തേങ്ങ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. തേങ്ങ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ പുട്ടിന് ടേസ്റ്റ് ഉണ്ടാവും, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കുവാണ്. എന്നിട്ട് നനയ്ക്കുന്ന തേങ്ങ ഞാൻ വിട്ടുപോയി കേട്ടോ വീഡിയോ എടുത്തതിൽ. അപ്പം സാധാരണ നനയ്ക്കുന്ന പോലെ നമ്മൾ കൈ കൊണ്ട് നനയ്ക്കുമ്പം കൈയുടെ മുകളിൽ നമ്മൾ വെള്ളം ഒഴിക്കുക. കൈയുടെ മുകളിൽ വെള്ളം ഒഴിച്ചാൽ വിരലിൻ്റെ എല്ലായിടത്തേക്ക് സ്പ്രെഡാവും. അപ്പോൾ അങ്ങനെ സ്പ്രെഡാകുമ്പം കട്ട പിടിക്കാമല്ലോ ഒരിക്കലും. ഇപ്പം നന്നായിട്ടൊന്ന് ആയിട്ടുണ്ട്. ഞാൻ ഒരു 10 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ ആദ്യം പുട്ടുകുറ്റിക്കകത്തേക്ക് കുറച്ച് തേങ്ങ ഇട്ടു. വീണ്ടും കുറച്ച് തേങ്ങ ഇടുന്നുണ്ട് കേട്ടോ. ആദ്യം ഒന്ന് മിക്സ് ആക്കുന്ന കൂടാണ്ട് പിന്നെയും കുറച്ച് തേങ്ങ ഇട്ടു. സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് നനയ്ക്കേണ്ടത് കേട്ടോ, ഇടേണ്ടത്. അപ്പോൾ ഒരു പ്രത്യേകിച്ച് ആദ്യം കുറച്ച് നമ്മൾ തേങ്ങ പൊടിയുടെ കൂടെ ഒന്ന് മിക്സ് ആക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ സാധാരണ പോലെ തന്നെ തേങ്ങ ചേർക്കുക. അപ്പം ഈ വീഡിയോ കണ്ടിരിക്കുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇതിനായിട്ട് ഞാൻ കുറച്ച് കടല എടുത്തിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കറിൽ ഒന്ന് വെന്തു, ഒരു 5 വിസിൽ വന്നപ്പോഴത്തേക്കും കുക്കറിൽ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ കടലക്കറിക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ പുട്ട് ഒരു നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ മസാലയൊക്കെ ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ചീനച്ചട്ടി ചൂടായി കഴിയുമ്പം അതിനകത്തേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇവയെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിപ്പം ചൂടായി, എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റുവാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുവാണ്. ഇപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം ഉള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും മസാലകളൊന്ന് ചേർത്ത് കൊടുത്തു. കുറച്ച് ഗരം മസാലയും മല്ലിപ്പൊടിയും മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. അധികം മല്ലിപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല. മല്ലിപ്പൊടി അധികം ചേർത്താൽ ഭയങ്കരമായിട്ട് കൊഴുപ്പും ആ മല്ലിപ്പൊടിയുടെ ഒരു കുത്തലൊക്കെ ഉണ്ടാവില്ലേ, അതുകൊണ്ട്. പിന്നെ ഞാൻ കറിയെല്ലാം ആയിക്കഴിഞ്ഞ് ഒരു 1/2 സ്പൂണ് കോൺഫ്ലവർ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ വിട്ടുപോയേ. കോൺഫ്ലവർ ചേർത്താൽ കുറച്ച് ടേസ്റ്റും കറിക്ക് നല്ലൊരു കൊഴുപ്പും ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് പേസ്റ്റ് ആക്കാൻ വേണ്ടി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് 2 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുവാണേ. അപ്പോൾ അത് നന്നായിട്ട് വഴണ്ടു. ഇനി സ്പൂണൊക്കെ വെച്ച് ഒന്ന് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുവാണേ. ഇപ്പോൾ അത് നന്നായിട്ടായിട്ടുണ്ട്. ഇനി കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന കടലയൊന്ന് നമുക്ക് അങ്ങോട്ടിട്ട് കൊടുക്കാം. കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് ഉപ്പ് ചേർക്കുക. കടല വേവിക്കാൻ വെക്കുമ്പം ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ടുകൊണ്ട് തന്നെ കുറച്ച് കൊഴുപ്പുണ്ട്, കുറച്ച് ടേസ്റ്റും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇടാത്തവരൊന്ന് ഇട്ട് ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ വറുത്തരയ്ക്കൊന്നും വേണ്ട. ഇപ്പോൾ പുട്ട് ആയിട്ടുണ്ട്, നോക്കിക്കോ. തരിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ പുട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ കടലക്കറിയും കൂടി ഞാൻ അതിൻ്റെ മുകളിലോട്ട് ഒഴിക്കുവാണ്.
അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടത്രയൊക്കെ ഓടിപ്പോരുക. കൂട്ടുകാരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ആഡ്സൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്.